ഇവിടെ അങ്ങനെ ഈ ഒരു സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഡിഫറെന്റ് അത്ര രസമൊന്നുമില്ല കേട്ടോ വെയിൽ കൊള്ളാനായിട്ട്. ഞാനിപ്പോ നാട്ടിൽ നിന്ന് തന്നെ വൈറ്റമിൻ ഡി കൊണ്ടിട്ട് നോക്കിയോക്കെ. എനിക്ക് ഏറ്റവും എൻ്റെ സിറ്റിയിലെ ഈ പൂക്കളുടെ ഇടയിൽ ഫോട്ടോ എടുക്കലും വെറുപ്പിക്കലുമാണ്. എടുത്ത് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലാതെ. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. സാധാ ഞങ്ങളുടെ ലിഡിൽ ഷോപ്പിംഗ് ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് വിഷു ഷോപ്പിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ പോണ വഴിക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഓട്ടം തുടങ്ങി ഓൾറെഡി നല്ല പൂക്കളൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചുറ്റും പൂക്കളും എന്താ പറയുക, എവിടെ നോക്കിയാലും നല്ല വെതറും ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ഇന്ന് ആക്ച്വലി നല്ല ക്ലൈമറ്റാണ്. ഞങ്ങൾക്ക് 22 ആണ് ഇന്നത്തെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു. യൂഷ്വലി അങ്ങനെ നടക്കാറില്ല. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടുന്ന് ആ വീട്ടിൽ നിന്ന് കയറുന്നു ബസ് സ്റ്റോപ്പ്. എന്നാലും ഞാൻ ചില സമയത്ത് ഇവിടെ അങ്ങനെ ഞങ്ങളുടെ ബസ് മിസ് ചെയ്യാറുണ്ട്. ഐ ആം ഓൾവേസ് ലേറ്റ് അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് യൂഷ്വലി ബസ് ഉണ്ടാവും. ബസ്സിൽ അങ്ങനെ പോയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ബേസിക്കലി ഞങ്ങൾക്ക് പോകാനായിട്ട്. പക്ഷെ പോയിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് വീണ്ടും വേറൊരു ബസ്സൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ചുറ്റും അടിപൊളി വെതറാണുള്ളത്. യൂഷ്വലി ഇന്നൊക്കെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും സൈക്ലിങ്ങും അങ്ങനത്തെ കളിക്കാനായിട്ടും ഒക്കെ ആയിട്ടും പുറത്ത് നല്ലതായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് കണിക്കൊന്ന പോലത്തെ അടിച്ച് മാറ്റാമെന്നൊക്കെ. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പിക്ചർ വയ്ക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വിഷുവിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു, ഈ ഇതിൽ ഫുൾ മഞ്ഞ പൂവായിട്ട് അടിപൊളി വിഷു എൻ്റെ കണിക്കൊന്ന പോലൊരു സെറ്റപ്പായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ. ഇത് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ചീറ്റിപ്പോയി. അപ്പോൾ ഇനി ഞാൻ വിഷുക്കണിക്ക് എന്ത് വെക്കും നോക്കാം. അടിപൊളി വീടല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എനിക്ക് ഇത് ഞാൻ എപ്പോഴും ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഓ വാവ് നൈസ് എന്ന് പറഞ്ഞു പോണ ഒരു പ്ലേസാണ്. എനിക്കെപ്പോഴും ഭയങ്കര എന്താ പറയുക, ഒരു ജർമ്മൻസിൻ്റെ ഒരു വീടുണ്ടാക്കുന്ന രീതി, അവർ മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ആ ബസ് പോയത്? ആ ബസ് ഇപ്പോൾ അവിടെ അവിടെയല്ല നിർത്തുക, കുറച്ചും കൂടി അങ്ങ് പോയിട്ട് നിർത്തും. അവിടെയാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത്. സോ നോക്കിയൊക്കെ ചുറ്റും നിങ്ങൾ ഇവിടെ നാട്ടിലത്തെ പോലെ നമ്മളുടെ ആ മഞ്ഞപ്പൂ ഉണ്ടാവില്ലേ, അതുപോലത്തെ പൂക്കളൊക്കെ ഉണ്ട്. വൈറ്റ് ചെടികൾ പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ. സോ നിങ്ങളിവിടെ കാണുന്നില്ലേ, ഇത് നമ്മളുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി പിക്ചർ കാണാം. പിക്ചറിൽ കണ്ടില്ലേ ഷർട്ട് ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനത്തെ അതിലിടണം. അങ്ങനെ കുപ്പികളായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളുള്ളത്. ഇവിടെ കുപ്പി അതൊക്കെ ഉണ്ടാവും. അതായത് കളറില്ലാത്ത ഗ്ലാസ്, മറ്റേ കളറുള്ളത് എന്നുള്ള രീതിയിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും ബ്രൗൺ ഗ്ലാസ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബ്രൗൺ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ കച്ചറ ഇടാനായിട്ട്. നാട്ടിലത്തെ പോലെ അവിടെ ഇവിടെയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതാ വരുന്നു നമുക്ക് ഫൈൻ. ഓക്കെ, സോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ ഒരിക്കൽ കാണിച്ചു തരാം. ഞങ്ങളെങ്ങനെ വേസ്റ്റ് എവിടെ എന്താ ചെയ്യണം എന്നൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ആൾക്കാർ ഓൾറെഡി അവരുടെ സൈക്ലിങ്ങിലാണ് ഫുൾ യാത്ര. ഓൾറെഡി എപ്പോഴും ഇവിടെ സൈക്കിളായിരിക്കും ഒരുവിധം ആൾക്കാർ. ഇങ്ങനെ സമ്മർ ഓട്ടം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവുക. അവർ നല്ല വെതറല്ലേ കിട്ടിയത്, അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യും അങ്ങനെ. സോ ഇതാണ് ഒരു ജിം ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. അജി പണ്ട് ജിമ്മിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ പോയിട്ട് ഇവിടെ അങ്ങനെ എപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ പിന്നെ പണ്ടേ ഫിറ്റ് ആയതുകൊണ്ട്, ആ ഫിറ്റല്ല, ഞാൻ ഹെൽത്തായിട്ട് ഭയങ്കര ഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് ജിമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് കുറച്ച് ജിമ്മിന് പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ജിമ്മില്ലെങ്കിലും some activities I'm planning to start. നോക്കാം നമുക്ക്. സോ ഇത് കണ്ടില്ലേ ഇവിടെ അങ്ങനെ. ഇത് നമുക്ക് വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. അതായത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. യൂഷ്വലി ആൾക്കാർ അങ്ങനത്തെ വെക്കാറുണ്ട്. പൊട്ടയൊന്നും ആവില്ല, നല്ലതായിരിക്കും.
അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു സമയം മുതൽ അവിടെ വെക്കും. അത് കഴിഞ്ഞ് ആരും എടുത്തു കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം അവർ അത് എവിടെയാണോ, ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടില്ലേ വേസ്റ്റൊക്കെ ഇടുന്നത്, അതുപോലത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടും. അങ്ങനെ ഗായ്സ്, അത്ര രസമൊന്നുമില്ല കേട്ടോ വെയിൽ കൊള്ളാനായിട്ട്. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ വൈറ്റമിൻ ഡി കൊണ്ടിട്ട് വന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ രസമൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല വെയിലുണ്ട്, അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് അടിക്കുന്നുണ്ട് ഗൈസ്. അജിക്ക് ഇഷ്ടമായോ? നോക്കി നോക്ക്. എനിക്ക് ഏറ്റവും എൻ്റെ സിറ്റിയിലെ ഈ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടം. വെയിലൊക്കെ ഉണ്ട്, സമ്മതിച്ചു, പക്ഷെ എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്. കാരണം ഫുൾ വെറൈറ്റി ഓഫ് പൂക്കൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതും അവർ കുറേ ഉണ്ടാക്കും. അതായത് ഇപ്പം നിങ്ങൾ ഇന്ന് കാണുന്നത് ഇങ്ങനത്തെ ആയിരിക്കും. മേ ബി ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വേറെ എന്താ പറയുക പൂക്കളായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അവർ ഓരോന്ന് ഉണ്ടാക്കിക്കും. ചില സമയത്ത് ഞാനിവിടെ ചെണ്ടുമല്ലിയുടെ കണ്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള ചെണ്ടുമല്ലി, നമ്മളുടെ ഓറഞ്ചും യെല്ലോയും, അത് കണ്ടിട്ടുണ്ട്. നല്ലതാണ് ഇവിടെ വന്ന് ഇരിക്കാനായിട്ടും എൻജോയ് ചെയ്യാനായിട്ടും. വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല അടിപൊളി വണ്ടികൾ കാണാൻ പറ്റും. കാരണം ഇവിടെ അങ്ങനെ എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ 2 വീലേഴ്സ് അല്ല അധികം യൂസ് ചെയ്യുക. എല്ലാവർക്കും ഇവിടെ കാറായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഉള്ള ആൾക്കാരുടെ അടുത്ത് അടിപൊളിയായിട്ടുള്ള 2 വീലേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ നല്ലതായിരിക്കും. ഓക്കെ, ഞങ്ങൾ പെട്ടിരിക്കുന്നു ട്രാഫിക്കിൽ. സോ ഞങ്ങൾ ഇവിടുന്നാണ് ബസ് കയറുന്നത് ലിഡിലിൽ പോകാനായിട്ട്. ഇത് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എപ്പോഴും കാണുന്ന ഒരു പ്ലേസ് ആയിരിക്കും. ആ ക്ലോക്ക് കണ്ടില്ലേ, അതുപോലെ ഈ സിറ്റിയുടെ ഒരു ഫോട്ടോ ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അതായത് ഈ സിറ്റി അല്ല ഉദ്ദേശിച്ചത്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഇവിടെ. ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യാറുണ്ട് ബസ് കിട്ടാനായിട്ട്. ചില സമയത്ത് വേഗം കിട്ടും, ചില സമയത്ത് പെടാറുണ്ട്. സോ കണ്ടില്ലേ, ആൾക്കാരൊക്കെ അവരുടെ ഡ്രസ്സിങ് തന്നെ മാറി. അവർ കൂട്ടും ഇതൊക്കെ ആയിട്ട് കണ്ടില്ലേ, ആൾക്കാർ പട്ടിയും കൊണ്ടൊക്കെ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 2 മിനിറ്റ് ഉണ്ട് ബസ് വരാനായിട്ട്. ബസ് വരട്ടെ. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി നടക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോയിട്ട് എനിക്ക് വിഷുവിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കണം. മെയിനായിട്ട് തേങ്ങയും വെള്ളരിക്കയാണ് ഞാൻ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി ഫ്രം ലിഡിൽ നോക്കാം. അങ്ങനെ അപ്പോൾ നോക്കിയൊക്കെ ഈ സൈഡ് മുഴുവൻ അടിപൊളിയായിട്ടില്ലേ, ഫുൾ ഫ്ലവേഴ്സായിട്ട്. എനിക്ക് ഈ സമയമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ നോക്കിയേ, ഭംഗിയുള്ള ഒരു സ്ട്രീറ്റാണ് ആക്ച്വലി. പക്ഷെ കുറേ വണ്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ പൂക്കളും ഒരേപോലെ കാണാൻ പറ്റില്ല, എന്നാലും നല്ലതാണ്. കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. പിങ്ക് കളറ് കുറച്ച് 1-2 കാണുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ അത്ര വലിയ ഭംഗിയായിട്ട് തോന്നില്ല. പക്ഷെ ഒത്തിരി നിൽക്കണ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാനായിട്ട്. ഓട്ടം എന്ന് പറയുന്നത് നല്ലതാ. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഉണ്ട്, പക്ഷെ നമുക്ക് എപ്പോഴും ചൂട് കൂടുതൽ കാരണം നമ്മളങ്ങനെ പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാറില്ല. വീട്ടിലുള്ള പൂക്കളൊക്കെ കാണുക, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ കാണുക, അത്രയേ ഉള്ളൂ. എന്താ ഭംഗി കാണാനറിയോ. ഇവിടെ ശരിക്കും കയറാൻ പാടുമെന്ന് പോലും അറിയില്ല, പക്ഷെ കയറിയിട്ടുണ്ട്. ഓക്കെ, കാണാം.
ഞങ്ങൾ പൂക്കളുടെ ഇടയിൽ ഫോട്ടോ എടുക്കലും വെറുപ്പിക്കലുമാണ് അജീനെ നന്നായി വെറുപ്പിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലെത്തി. ഇന്ത്യൻ സ്റ്റോറിൽ കയറിയിട്ട് ഇനി തേങ്ങ ഒക്കെ മേടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ വെള്ളരിക്ക ഇരിക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങൾ ഒരെണ്ണം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ നല്ലതാണ്, ഭയങ്കര ചെറുതാണ്. സോ അടുത്തത് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഉണ്ട്, പക്ഷേ ഇതിൽ എന്താ അവസ്ഥ എന്നറിയില്ല. അവർ പൊട്ടിച്ച് തരുമോ അതോ നമ്മൾ പൊട്ടിക്കണമെന്ന്. ഞങ്ങളുടെ അടുത്ത് പൊട്ടിക്കാനായിട്ട് മലയാളമൊന്നുമില്ല. അപ്പോൾ നോക്കണം എന്തെടുക്കണം എന്നൊക്കെ ഉള്ളത്. ഇവിടെ നമ്മുടെ കുറേ അരികളുണ്ട്, പക്ഷെ ഞാനിപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡായി. ഏതാണ് പുഴുങ്ങലരി എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അമ്മ സോറി, കളിയാക്കണ്ട. പക്ഷെ ഞാൻ വിചാരിക്കണു ഞങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും അരി തന്നെ വെച്ചാൽ മതി എന്ന് അങ്ങനെ വിചാരിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ തരത്തിലുള്ള മിക്സറൊക്കെ ഉണ്ട്. ബേക്കറികളിൽ പോയിട്ട് കിട്ടുന്ന രീതിയിലുള്ളതില്ല. അങ്ങനെ എന്താ പറയുക, വെറൈറ്റി ആയിട്ട് നമ്മുടെ പാരമൗണ്ട് പിറ്റ ബേക്കറി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ളത് ഇല്ല. പക്ഷെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. കണ്ടില്ലേ, പൊറോട്ട ഞങ്ങളുടെ സ്ഥിരം, ഞങ്ങളുടെ നാട്ടിലത്തെ പൊറോട്ട കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്കിവിടെ അടയുണ്ടോ നോക്കാം. ഇവിടെ വെറ്റിലൊക്കെ ഉണ്ട്. വെറ്റില സാധാരണ വേണമെങ്കിൽ വിഷുക്കണിയിൽ വെക്കാം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഷോർട്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ ഇവിടെ നിന്നായിരുന്നു ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലത്തെ പൂക്കളൊക്കെ കണ്ടില്ലേ, ഓൾമോസ്റ്റ് കഴിഞ്ഞു ഓൾറെഡി. ഇനി കുറച്ചേ ഉള്ളൂ. അന്ന് കുറേ ഉണ്ടായിരുന്നു, ഭംഗിയായിട്ടായിരുന്നു നിന്നിരുന്നത്, കുറച്ചുകൂടെ റോസ് ആയിട്ടുള്ള രീതിയിൽ. ഇതിപ്പോൾ കുറച്ച് പിങ്ക് കളറായി മാറി. അങ്ങനെ ഇനി ഞങ്ങൾ പോണത് ലിഡിലേക്കാണ്. ലിഡിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ബിഗ്ഗസ്റ്റ് സൂപ്പർ മാർക്കറ്റാണ്. ഇപ്പോൾ സിഗ്നൽസ് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണതിൻ്റെ ഇടയിൽ മറന്നൊന്ന് ചെക്ക് ചെയ്യാം, പക്ഷെ ഗ്രീൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. സി ഇവിടെ ഇപ്പം കണ്ടില്ലേ, റെഡൊക്കെയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ് വീട്ടിലേക്ക് പോകാനുള്ളത്. അങ്ങനെ ഇവിടുന്ന് തിരിച്ച് വരണ വഴി നമ്മൾ നടക്കണം. നടന്നിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കാറിൻ്റെ ആവശ്യം ഉണ്ടെന്നുള്ള ഫീല് വന്നിട്ടില്ല. ബിക്കോസ് യൂഷ്വലി ഇവിടുത്തെ വണ്ടികളൊക്കെ ബസ്, ട്രെയിന് അല്ലെങ്കിൽ ട്രാം ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് യൂഷ്വലി ഓൺ ടൈം ഒരുവിധം എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ കാറ് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് നമ്മളടുത്ത് കൂടുതലും ഉള്ളത്. അങ്ങനെ ലിഡിൽ എൻ്റെ മുന്നിൽ എത്തി. ഇവിടെ അവിടെ കാണുന്നതാണ് ലിഡിൽ. കണ്ടില്ലേ, ഭയങ്കര വലിയ, അത്യാവശ്യം നല്ല വലുതാണ്. ഞാൻ വേണമെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിലോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഷോപ്പിങ്ങിനെ പറ്റിയിട്ട് കൂടുതലിടാം. ഇപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ഞാൻ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുത്തു എന്ന് വരില്ല. നോക്കിയിട്ട് നെക്സ്റ്റ് ടൈം മേ ബി ഓൺലി ലിഡിലിനെ പറ്റിയിട്ട് വീഡിയോ എടുക്കാം. സോ പോയിട്ട് വരാം. മേ ബി ഞാൻ ഇവിടുന്ന് ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്നിപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയില്ല, പക്ഷേ നോക്കാം. ചിലപ്പോൾ നിങ്ങളിതൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കാം. യൂറോപ്പിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഓൾറെഡി ലോക്കാണ്. നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ കോയിൻ എടുക്കണം. അപ്പോൾ കോയിൻ അതിൻ്റെ ഉള്ളിലുണ്ട്. സോ ഓൾറെഡി ഈസ്റ്ററിൻ്റെ കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. ഈസ്റ്ററാണ് എവരിഡേയായിരുന്നു. കുറച്ച് മുന്നേ ട്രോളി എടുക്കാനായിട്ട് നമ്മളൊരു കോയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് പുറത്തെടുക്കുകയാണ്. ദേ നമ്മുടെ കോയിൻ കയ്യിൽ കിട്ടി. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചില സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്, കാരണം വണ്ടി വരാനായിട്ട് കുറച്ച് നേരമുണ്ട്.
പിന്നെ ഇപ്പോൾ റോഡ് മുഴുവൻ ഭയങ്കര ബിസി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തോരം ബസ്സുകളാണ് ഒറ്റ ടൈം നിൽക്കുന്നത് നോക്കൂ. 1 2 3 4 5. ഷോപ്പിങ്ങിന് പോയപ്പോൾ നല്ല ഫ്രഷ് കോളിഫ്ലവർ സ്ട്രോബെറി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ that's all about our visual shopping. Thanks guys for watching. Please make sure to subscribe to my channel, hit the bell icon to get notified, and leave a comment. I would love to hear from you. Cheers.